നല്ല പ്രാക്ടീസുള്ള ഒരു ഡോക്ടറോട് ഒരു തവണ ഞാൻ ചോദിച്ചു. ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്. കൂടുതൽ രോഗികൾ എന്ത് രോഗമായിട്ടാണ് വരുന്നത്? എല്ലാവർക്കും മേലുവേദന, ഇവിടെ വേദന, ജോയിന്റ് വേദന, സന്ധി വേദന, അതിനെ വാദം എന്നൊക്കെ പറയും. ആയുർവേദ ഡോക്ടർമാർക്കും കൂടുതലും ഇതാണ്. നമ്മുടെ പ്രോബ്ലം എന്താ? അവിടെ വേദന, ഇവിടെ വേദന. ഇത് മെഡിക്കൽ സയൻസിന്റെ കാര്യം. പറയണ വിഷയം അതല്ല. നിത്യജീവിതത്തിൽ നമ്മളുടെ പ്രോബ്ലം എന്താ? ഇത് കേൾക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. രാവിലെ ഒരു വഴക്കിട്ട ശേഷമായിരിക്കും ദേഷ്യം വന്നിട്ട് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ധന്യമേ ചെയ്യുന്നുണ്ട് PR ആണ് പറയണത്. വീട്ടിലൊരു വഴക്കുണ്ടാക്കിയതിന് അർത്ഥമായിരിക്കും. ഈ വഴക്കിന്റെ ഒക്കെ കാരണം എല്ലാം പോലീസ് കേസായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പ്രോപ്പർട്ടി വിഷയമാണോ ഒരു എല്ലാവരുടെ വഴക്കിന്റെ കാരണം? പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ പോലീസ് കേസായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒന്നും നമുക്ക് ഇപ്പൊ പലപ്പോഴും കുടുംബത്തിനകത്തെ വഴക്ക് ഉണ്ടാകാറില്ല. ഏറ്റവും അധികം വരുന്ന കാര്യം കൗൺസിലിംഗ് സെന്ററിൽ വരുന്നവര് അവരുടെ പ്രശ്നങ്ങൾ പറയും. ആ കൗൺസിലിംഗ് സെന്ററിൽ വരുന്നവര് പറയുന്ന പ്രശ്നങ്ങൾ കേട്ടാൽ അച്ഛൻ, അമ്മ, മക്കള്, മകൻ, മകന്റെ ഭാര്യ, ഇതൊക്കെ ആയിരിക്കുമല്ലോ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇന്നലെ 75 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ വീട്ടിൽ വന്നു. എന്നെ കണ്ടിട്ട് അങ്ങോട്ട് തടങ്ങി കരച്ചു. വലിയ കരച്ചിൽ നിർത്തുന്നില്ല. കരച്ചിലൊക്കെ നിന്നു. മകൻ അവഗണിക്കണു, മകന്റെ ഭാര്യയും അവഗണിക്കുന്നു. ഞാൻ ചത്തു കിട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം. ഇതന്നെയാണ് തിരിച്ചും മറിച്ചും എല്ലാ പ്രോബ്ലവും. എനിക്ക് വേണ്ടുന്ന അംഗീകാരം കിട്ടുന്നില്ല. പുറമേക്ക് എന്ത് പറഞ്ഞിരുന്നാലും ശരി, സ്ത്രീകൾക്ക് അംഗീകാരം കിട്ടുന്നില്ല. ഭർത്താക്കന്മാർ റിട്ടയർ ചെയ്തു. ഞാൻ എത്ര വലിയ പ്രമാണിയത് ഇവർക്കറിയും. ബേസിക് ആയിട്ട് വീട്ടില് അമ്മായിയമ്മയും മരുമകളും രണ്ടുപേരും ഒരു വീട്ടിലുണ്ടെങ്കിൽ 2 എഞ്ചിൻ 2 ഭാഗത്തേക്ക് നീങ്ങി എങ്ങനെ ഇരിക്കും? ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പൊ ഈ വിങ്ങി കരഞ്ഞ 75-കാരിയോട്, ആ അമ്മയോട് അങ്ങനെ ഇരുത്തിയിട്ട് വളരെയധികം വേദാന്തത്വമൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ ധന്യമേ ജീവിതത്തിൽ പറയാന്നല്ലാതെ നിത്യജീവിതത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. അവര് പറയണ മൂളി കേൾക്കേണ്ടി വരും. കഷ്ടമായി പോയില്ല, എന്താ ചെയ്യുക, ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെ ആയിപ്പോയാ എന്താ ചെയ്യാന്നൊക്കെ പറയാൻ ഓർത്തേയുള്ളൂ. അതിന്റെ കാരണം ഈയിടെ വളരെ തത്വജ്ഞാനിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, സത്യൻ എന്നാണ് പേര്, അദ്ദേഹം പറഞ്ഞു, കനത്ത ദുഃഖം വരുമ്പോ ആരെങ്കിലും വേദാന്തം പറയാൻ പറഞ്ഞാൽ കരണക്കുറ്റിക്കൊന്ന് അടിക്കാൻ തോന്നും. കനത്ത ദുഃഖം. ആ ദുഃഖം വന്ന് നിലവിളിക്കുന്ന ആളെ നിലവിളിക്കാൻ വിടാതെ അടുത്തേക്ക് വന്നിട്ട് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയോ എന്ന് ചോദിച്ചാൽ കൊടുക്കടി. അപ്പോൾ അല്ലാതെ പറഞ്ഞു. ഇതുപോലെ നിത്യജീവിതത്തിൽ കൗൺസിലിംഗ് ഒരു പ്രശ്നം വരുമ്പോൾ
പല വരികളും ഇതുപോലെ പറയാൻ പറ്റില്ല. അവരുടെ മൂത്ത് നോക്കിയിട്ട് അവരെ ബാധിക്കുന്നു പറയാൻ പറ്റുമോ? ഇവരെ കുറ്റം പറയാൻ പറ്റില്ലോ. നിങ്ങൾ പറഞ്ഞ് ശരിയാന്ന് വേണ്ടേ പറയാൻ. എല്ലാവർക്കും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താൽ പിന്നീട് അവിടേക്ക് കയറി ചെന്നാൽ എങ്ങനെ ഉണ്ടാവും? ഞാനൊരു തവണ ബാങ്ക് ചെന്നപ്പോ ബാങ്ക് മാനേജർ റിട്ടയർ ആയിരിക്കണു. അപ്പൊ കൗണ്ടറിൽ എൻ്റെ അപ്പുറത്താണ്. അപ്പൊ പണ്ട് ബാങ്ക് മാനേജർ ആയിരുന്ന ആളായതുകൊണ്ട് അവിടെ ഇരിക്കണ ക്ലാർക്ക് പറഞ്ഞു, അകത്ത് കയറി ഇരിക്കാട്ടോ. അയാൾ അവിടെ സൂപ്പറായിട്ട് ഇരുന്ന ആളോട് അകത്ത് കയറി ഇരിക്കാട്ടോ. ഇയാൾ അവിടുന്ന് പോയി അകത്ത് കയറി ഇരുന്ന് നോക്കി അറിയില്ല എത്ര ദിവസം ഇരിക്കും. പിറ്റേ ദിവസം അതേമാതിരി പോയാലോ? ഏതൊന്നിൽ നിന്നും ആവശ്യം കഴിഞ്ഞാൽ പിന്മാറണം എന്നുള്ളത് ഇവർക്കറിയില്ല. മകൻ കല്യാണം കഴിച്ചു, അച്ഛൻ പിന്നെ മകന്റെ ഓരോരോ കാര്യത്തിൽ ഇടപെടുക, മകളുടെ ഓരോരോ കാര്യത്തിൽ ഇടപെടുക. അയ്യോ ഞാൻ ഇടപെടാറില്ല കേട്ടോ. നിങ്ങൾ ഇടപെട്ടോണ്ടാണല്ലോ നിങ്ങളിപ്പോ ഈ പരാതിയും വഴക്കുണ്ടായത്. നിങ്ങളിപ്പോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്ന എന്തിനാ? ഞാനേ ആരോടും ഒന്നും മിണ്ടാൻ പോവാ. ഇത് വെറുതെ പറയാണ്. ആരോടും ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ഈ പ്രശ്നമേ ഇല്ലല്ലോ. വാനപ്രസ്ഥം എന്നൊരു ആശ്രമമുണ്ട്. വനത്തിലേക്ക് പോവുക മാത്രമല്ല വാനപ്രസ്ഥം. പുരാണ കഥകൾ കേട്ടിട്ടില്ലേ? മക്കള് മുതിർന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യില് അത് ഏൽപ്പിച്ചിട്ട് അവര് വനത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അവിടെ അടുത്തൊന്നും നിൽക്കരുത്. പിന്നെ ഇപ്പൊ കേരളത്തിലെ വലിയൊരു ധനികൻ എന്നോട് പറഞ്ഞാണ്, ഞാൻ മുഴുവൻ മകനെ ഏൽപ്പിച്ചു, ഇനി പണ്ടത്തെ വഴി ഓടി അടക്കാനില്ല. ഏൽപ്പിക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞൊരു പ്രസംഗം, നിങ്ങളൊരു പുസ്തകത്തിലെ ചില കാര്യം, അതൊക്കെ എന്നെ ഒന്ന് പ്രശംസിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഉള്ളിൽ വിചാരിച്ചത് നല്ല കാര്യമാണ്. നോക്കുമ്പോ എന്താ പിന്നെയും അതേ സ്ഥാപനത്തിൽ കാണുകയാണ്. അല്ല, പുതിയ ജനറേഷൻ അത്രല്ലേ വരുള്ളൂ. സംശയം തീർത്തു കൊടുക്കലേ ഉള്ളൂ. സംശയം തീർക്കലല്ല, മകന് ബുദ്ധിമുട്ടായി, ഇയാൾ അവിടുന്ന് പോകുന്നില്ല, അച്ഛനും മകനും തമ്മിൽ കലഹായി. എന്തിനാ പറയുന്നത്? അതുകൊണ്ടാണ് കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ തികച്ചും വനത്തിലേക്ക് ഒറ്റക്കങ്ങൾ പോവാന്നുള്ള അർത്ഥത്തിലല്ല, അതിൽ പിന്നെ ഇടപെടണ്ടാന്ന്. റിട്ടയർ ചെയ്തിട്ട് പിന്നീട് ആ സ്ഥാപനത്തിലേക്ക് പോകരുത്, അതിലിടപെടണ്ട. ഇതാണ് വാനപ്രസ്ഥാനം. ഞാനതൊക്കെ വിട്ടു എന്ന് പറഞ്ഞാൽ എന്നോട് പറയേണ്ട വിട്ടു. ഇത് കുടുംബത്തിൽ വേണ്ട ഈ വാനപ്രസ്ഥം എന്ന അവസ്ഥ. കാട്ടിലേക്ക് പോയില്ലെങ്കിലും മകന്റെ ഭാര്യയായിട്ട് കലഹിക്കുക, അവരുടെ ജീവിതം കാണാൻ വേണ്ടി പോവുക, ആവശ്യമില്ലാത്ത സംസാരം പറയാം. വാനപ്രസ്ഥത്തിലും തീരുന്നില്ല നമ്മുടെ ആശ്രമധർമ്മങ്ങൾ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ഇനി ഒന്നുകൂടിയുണ്ട്. അതിന്റെ പേരാണ് സന്യാസം. സന്യാസം എന്നാട് കേട്ട ഉടനെ മക്കള് മുതിർന്ന അച്ഛനമ്മമാരൊക്കെ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഓം ശാന്തി എന്ന് പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞില്ല. അത് മനസ്സിന്റെ ഒരു ഭാവത്തിന്റെ പേരാണ് സന്യാസം. ആ വയസ്സ് 80 ആയി കഴിഞ്ഞാൽ ഈ വ്യക്തി വസ്ത്രം എന്തോ ആവട്ടെ സന്യാസിയായിരിക്കണം. ഇതാണ് സന്യാസഭാവം. ചിലപ്പോൾ വീട്ടിലെ കാര്യം ബാക്കിയുള്ളവർ പറയുമ്പോൾ ഈ വ്യക്തി അതിനെക്കുറിച്ച് മിണ്ടരുത്, പരബ്രഹ്മത്തിന്റെ കാര്യം പറയാം, പരാശക്തിയുടെ കാര്യം പറയാം. ഇതാണ്. പക്ഷെ ബ്രഹ്മചര്യാശ്രമം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പഠിക്കുന്ന കാലത്ത് കുട്ടികളാണ്. അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട് എന്നാണ് 25 വയസ്സുകാരും പറയാം. വയസ്സ് 25 ഉയർന്ന കോഴ്സിലാണ് പഠിക്കുന്നത്.
നിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ബ്രഹ്മചര്യാശ്രമമാണ്. അവര് കുട്ടികളാണ്, പഠിക്കുന്നവർ ആരായിരുന്നാലും കുട്ടികളാണ്. ആ ബ്രഹ്മചര്യാശ്രമത്തിന്റെ പ്രാധാന്യം അതാണ്. അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്, ബ്രഹ്മമാർഗത്തിലുള്ള ചതിക്കല. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഗാർഹസ്ഥ്യോ, കല്യാണം കഴിക്കണം, കുടുംബജീവിതം, സ്വന്തമായിട്ട് വീട് വെച്ചു, മക്കളായിട്ട് മുതിർന്ന് മക്കളെ ഉദ്യോഗസ്ഥന്മാരാക്കുക, അതും അല്ലെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുക, ഇതൊക്കെ ചെയ്യാം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, അഭിപ്രായ വ്യത്യാസമില്ല. വാനപ്രസ്ഥാശ്രമത്തിനോടും 50% യോജിപ്പാണ്, 50%. സർവീസിന് പ്രായമായില്ലേ, 60 കഴിഞ്ഞു, റിട്ടയർ ചെയ്തു. എന്നാല് പിന്നീടുള്ള ആശ്രമത്തിന്റെ കാര്യം ഉണ്ടാകാൻ പാടില്ല. സന്യാസാശ്രമം വയസ്സ് 80 സന്യാസാശ്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വേഷം കെട്ടലും വേണ്ട, താടി വയ്ക്കൊന്നും വേണ്ട. സന്യാസം എന്നുള്ളത് മാനസികമായ ഒരവസ്ഥയാണ്. അതിലിനി ഇടപെടണ്ട. എയർപോർട്ടിലെത്തി വിമാനം വന്നാൽ അങ്ങോട്ട് പോവുക, ആ വിമാനം വന്നാൽ അതിൽ കയറുക, പോവുക എന്നുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സന്യാസാശ്രമത്തിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട്, വാനപ്രസ്ഥാശ്രമത്തിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട് ഇന്നത്തെ കലഹങ്ങളിൽ ഭൂരിപക്ഷവും കുടുംബകാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് ഉറക്കം നിലവിളിക്കുകയാണ്. എന്റെ മകനെ ഞാൻ എങ്ങനെ വളർത്തിയതാണ്, മകളെ ഞാൻ എങ്ങനെ വളർത്തിയതാണ്. അതിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? എങ്ങനെ വളർത്തിയതാന്നുള്ളത് ഓർമ്മിപ്പിക്കല സന്യാസാശ്രമത്തിന് എതിരാണ്. ഏത് കാര്യം കഴിഞ്ഞാലും ഒരു പ്രഭാഷണം കഴിഞ്ഞാൽ പ്രഭാഷകൻ അപ്പ സ്ഥലം വിടണം, പിന്നെ അവിടെ കരുത്. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അപ്പ പോയിക്കൊള്ളണം. ആ പ്രസംഗിച്ചതിന്റെ മറുപടിയൊക്കെ കേട്ടിട്ട് അവിടെ നിന്നിട്ട് അവിടെ തന്നെ നിൽക്കുക. കസേരയിൽ ഇരിക്കൂ എന്നുകൊണ്ട് സ്വാഗതം പറയും. സ്വാഗത പ്രഭാഷകൻ അവിടെ തന്നെ ഇരുന്നാലോ? ഒരാഴ്ചയായിട്ട് സ്ഥലം ഒഴിഞ്ഞു തരുന്നില്ല എന്നുകൊണ്ട് പോലീസ് കേസ് കൊടുക്കില്ല. മിക്കവാറും കാര്യങ്ങള് നമ്മള് വാനപ്രസ്ഥത്തിന്റെ പ്രാധാന്യം ഒന്നറിയാം. വാനപ്രസ്ഥം വിട്ടു വിട്ടാ മിണ്ടരുത്. വിനയപൂർവ്വം പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിപരമായ അഭിപ്രായം കേൾക്കാനൊന്നും പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല, അവർ കേട്ടുകൊണ്ടോ നിൽക്കില്ല. അതെങ്ങനെയാ? അച്ഛനോടൊരു വരി ചോദിച്ചളയാം, കാരണം എനിക്കറിയില്ല. പക്വതയുള്ളൊരു അഭിപ്രായം കേൾക്കാം, അതൊന്നല്ല, ഇവർക്ക് തന്നെ നല്ല വിവരമുണ്ട്. മിക്കവാറും കാര്യങ്ങൾ ഈ പറഞ്ഞത് ദുഃഖിച്ച് നിലവിളിക്കുന്ന ആളോട് പറയാൻ നിവൃത്തിയില്ല. അവർക്കുള്ള മറുപടി ധന്യമേ ജീവിതത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.